ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹവാത്സല്യമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് ധ്യാനിക്കുവാനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദത്തെ കുറിച്ചാണ് ഇന്ന് നാം വായിച്ചു കേൾക്കുക. ഹെറോദേസിന്റെ ജന്മദിനത്തില് ഹെറോദിയയുടെ പുത്രി ഹെറോദേസിനെയും അതിഥികളെയും തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി, സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നൃത്തം ചെയ്തു എന്ന് നാം വായിച്ചു കേൾക്കുന്നു. അതിനുശേഷം ഹെറോദേസ് അവളോട് ശപഥം ചെയ്തു പറഞ്ഞിരുന്നത്, നീ എന്തു തന്നെ ചോദിച്ചാലും ഞാൻ നിനക്ക് നൽകാം എന്ന് പറഞ്ഞത്, ആ നൃത്തത്തിന് ശേഷം അവളോട് പറയുകയാണ്, വീണ്ടും നിനക്ക് എന്താണ് ആവശ്യം അത് നീ ചോദിച്ചു കൊള്ളുക, അത് നിനക്ക് നൽകുമെന്ന്. അവൾ ഓടിച്ചെന്ന് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്. അമ്മ പറഞ്ഞതനുസരിച്ച് സ്നാപക യോഹന്നാന്റെ ശിരസ് തളികയിൽ വെച്ച് നൽകുവാനായിട്ട് അവൾ ഹെറോദേസിനോട് ആവശ്യപ്പെടുകയാണ്. നാം വായിച്ചു കേൾക്കുന്നു, ഹെറോദേസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ജനങ്ങളെ ഭയന്ന് അവൻ അതിൽ നിന്ന് പിന്മാറിയെന്ന്. കാരണം അവൻ പ്രവാചകനാണെന്ന് അവൻ വിശ്വസിച്ചിരുന്നു, അവൻ സത്യവാനാണെന്ന് അവന് മനസ്സുകൊണ്ട് അറിയാമായിരുന്നു. പക്ഷെ ഹെറോദിയയുടെ ഇംഗിതത്തിന് വഴങ്ങാതിരുന്ന സ്നാപക യോഹന്നാൻ, അവൻ ഹെറോദിയ നീ തെറ്റാണെന്ന് പറഞ്ഞത്, ആ സത്യം വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഹെറോദിയയ്ക്ക് സ്നാപക യോഹന്നാനോട് അമർഷം തോന്നി. ആ അമർഷം തോന്നിയത് കൊണ്ട് അവൾ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു. ആ അവസരം അവൾ ശരിയായിട്ട് വിനിയോഗിച്ചു. പക്ഷെ നട്ടെല്ല് നിവർത്തി ശിരസുയർത്തി നിന്നവനാണ് സ്നാപക യോഹന്നാൻ. സത്യത്തിന് സാക്ഷ്യം വഹിച്ചവനാണ്, സത്യവാനെ കാണിച്ചു തന്നവനാണ് സ്നാപക യോഹന്നാൻ. അവിടെയും തല കുനിക്കുവാനായിട്ട് സ്നാപകൻ മുതിർന്നില്ല. അതുകൊണ്ട് അവളുടെ ആവശ്യപ്രകാരം സ്നാപകന്റെ ശിരസ് തളികയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നാം കാണുന്നുണ്ടെന്ന് വചനത്തില്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പലരുടെയും ഇംഗിതത്തിന് വഴങ്ങി നമ്മുടെ ജീവിതം പലപ്പോഴും നാശത്തിന്റെ വക്കിലേക്ക് നാം നീക്കിക്കൊണ്ടിരിക്കുന്നത് നാം ഇന്ന് കാണുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ഇംഗിതത്തിന് വഴങ്ങി സ്വയം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റുവാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം ശ്രമിക്കുമ്പോൾ നാം സത്യത്തിൽ ആരെയാണ് ചൂണ്ടിക്കാണിക്കുക? സ്നാപകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പിന്നാലെ വരുന്നവൻ സത്യവാനായാണ് എന്ന് നാം ആരെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കും? അല്ലെങ്കിൽ നമുക്ക് എന്തു വിലയാണ് നാം ആ സത്യത്തിന് നിലകൊള്ളാതിരിക്കുമ്പോൾ നമുക്ക് എന്തു വിലയാണ് സമൂഹം നൽകുക? മറ്റുള്ളവരുടെ ഇംഗിതത്തിന് വഴങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി നാം എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മിൽ നിന്ന് തിന്മയാണ് പുറത്തേക്ക് വരിക. ഇവിടെ ഹെറോദേസ് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ ചെയ്ത ശപഥത്തെ ഓർത്ത് ഭാര്യ ചോദിച്ചത്, അല്ലെങ്കിൽ ഹെറോദിയ ചോദിച്ചതിന് അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ എല്ലാവരുടെയും മുമ്പിൽ ശപഥം ചെയ്തത് അവൻ സാധിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സമൂഹത്തിൽ നമ്മുടെ ഉന്നതിയിൽ നിൽക്കുന്ന പലരും നമ്മളോടുമൊക്കെ പെരുമാറുന്നതും ആ രീതിയിലാണ്. മറ്റുള്ളവരുടെ ഇംഗിതത്തിനു വഴങ്ങി സ്വയം താഴുന്നവരായി തീരുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നാം സ്വയം താന്നു കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ, നന്മയിലേക്ക് നയിക്കുന്ന നല്ല മക്കളായി തീരുവാൻ ഇന്നത്തെ വചനം നമ്മോട് പറയുകയാണ്. സ്നാപകൻ നിന്നതുപോലെ സത്യത്തിനു വേണ്ടി നട്ടെല്ലുയർത്തി ശിരസുയർത്തി നിൽക്കുവാൻ, ജീവൻ വെടിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജീവൻ ത്യജിച്ചുകൊണ്ട് നിത്യജീവന്റെ കിരീടം നേടിയ സ്നാപകനെ പോലെ നമ്മുടെ ജീവിതത്തിലും നിത്യജീവനു വേണ്ടി പരിശ്രമിക്കുവാനായിട്ട് ഇന്നത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ ക്ഷണിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.